യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 52-ാം അധ്യായം. ജെറുസലേമിൻ്റെ നാശം. രാജാവായപ്പോൾ സിദെക്കീയായ്ക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നാനിലെ ജെറമിയായുടെ പുത്രി ഹമൂത്താനായിരുന്നു അവൻ്റെ മാതാവ്. യഹോവയാക്കീമിനെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവിൻ്റെ കോപം ജെറുസലേമിൻ്റെയും യൂദയായുടെയും മേൽ നിപതിച്ചു. അവിടുന്ന് അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സിദെക്കീയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സിദെക്കീയായുടെ 9-ാം വർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ സൈന്യസമേതം ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തു. അവൻ്റെ 11-ാം വർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരിക്കുന്നു. സിദെക്കീയ പടയാളികളോടുകൂടി രാത്രിയിൽ രാജകീയ ഉദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബയിലേക്ക് ഓടി. എന്നാൽ കൽദായ സൈന്യം സിദെക്കീയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് യെരിക്കോ സമുദ്രത്തിൽ വെച്ച് പിടികൂടി. അവൻ്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിൻ്റെ ലിബിയയിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സിദെക്കീയയുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സിദെക്കീയയുടെ പുത്രന്മാരെ അവൻ്റെ മുൻപിൽ വെച്ച് കൊന്നു. യൂദയായുടെ പ്രഭുക്കന്മാരെയും ലിബിയയിൽ വെച്ച് കൊന്നു. അവൻ സിദെക്കീയയുടെ കണ്ണുകൾ ചുഴന്നെടുത്ത് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിലാക്കുകയും ചെയ്തു. ദേവാലയം അഗ്നിക്കിരയാക്കുന്നു. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ 19-ാം ഭരണവർഷം നെബൂഖദ്നേസറിൻ്റെ അംഗരക്ഷക പ്രധാനിയായ നെബൂസരൻ ജെറുസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിൻ്റെ ആലയവും കൊട്ടാരവും രാജകൊട്ടാരവും മറ്റ് മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പം ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിൻ്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബൂസരാൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയോഗിച്ചു. കൽദായർ കർത്താവിൻ്റെ ഭവനത്തിലെ ഓടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഉടച്ച് കഷണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കൂടകൾ, കോരികൾ, തിരിയണയുന്ന കത്രികകൾ, ചഷകങ്ങൾ, ധൂപകലശങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇതര ഊട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പുകൾ, പുറംചട്ടികൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ, ധൂമപാത്രങ്ങൾ, ക്ഷാളനപാത്രം ഇവയും നെബൂഖദ്നേസർ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച ഇരുതൂണുകളുടെയും ജലസംഭരണികളുടെയും അതിനടിയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവുമായിരുന്നു. 4 വിരലുകൾ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു. മകുടത്തിൻ്റെ ഉയരം 5 മുഴം, ചുറ്റും ഓടുകൊണ്ടും വര പോലെ നിർമ്മിച്ച ചട്ടക കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെയായിരുന്നു. മകുടത്തിൻ്റെ വശങ്ങളിൽ 90 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനം പ്രവാസത്തിലേക്ക്. പ്രധാന പുരോഹിതൻ സിമ്രിയായുടെയും സഹപുരോഹിതൻ സഫാനിയായുടെയും 3 കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാപതിയെയും രാജാവിൻ്റെ ഉപദേഷ്ടാക്കളെയും നഗരം കണ്ട 7 പേരെയും സൈന്യം ആളെടുക്കുന്ന സൈന്യത്തിൻ്റെ കാര്യദർശികളെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട
60 പേരെയും കാവൽ പടനായകൻ ബന്ധനസ്ഥനാക്കി. സേനാനായകനായ നെബൂഖദ്നേസർ അവരെ ഗിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതരായി. നെബൂഖദ്നേസറിനെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ്. അവൻ്റെ 7-ാം ഭരണവർഷം 3200 യഹൂദർ, 18-ാം വർഷം 810 പേര്, 23-ാം ഭരണവർഷം നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ 145 യഹൂദർ, ആകെ 4600 പേർ. എൽമൊറോക്ക് ബാബിലോണിൽ ഏറ്റെടുത്ത വർഷം യൂദാ രാജാവായ ഹസിയാക്കിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ്റെ കാരാഗൃഹവാസത്തിൻ്റെ 37-ാം വർഷം 12-ാം മാസം 24-ാം ദിവസമായിരുന്നു അത്. അവൻ യെഹോവയാക്കീനോട് സൗഹാർദ്ദം സംസാരിക്കുകയും ബാബിലോൺ അവനോടൊപ്പമുള്ള രാജാക്കന്മാരേക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യെഹോവയാക്കീൻ കാരാഗൃഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് എല്ലാ ദിവസവും രാജാവിൻ്റെ ഭക്ഷണം കഴിച്ചു. അവൻ്റെ അനുദിന ആവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു കൊടുത്തു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.